We are the only Bible some unbelievers will ever read. ചില അവിശ്വാസികൾ വായിക്കുന്ന ഒരേ ഒരു ബൈബിൾ നാം മാത്രമാണ്. തിമോത്തിയോസിനോട് പൗലൂസ് പറയുന്നത്, തിമോത്തിയോസിൻ്റെ 1 ലേഖനം 4 അധ്യായം 12 വാക്യം, നടപ്പിൽ മാതൃകയായിരിക്കുക. യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ കൂടി മറ്റുള്ളവർ വായിക്കേണ്ട ഓരോ ന്യൂസ് പേപ്പർ അഥവാ പത്രങ്ങളാണ് നാം ഓരോരുത്തരും. നമ്മുടെ നടപ്പ് ശ്രദ്ധിക്കുന്ന മറ്റുള്ളവർ നാം നടക്കുന്ന വഴി ശരിയാണെന്ന് മനസ്സിലാക്കി അതിലൂടെ അവരും സഞ്ചരിക്കുവാൻ നാം അവർക്കൊരു റോൾ മോഡലാകുന്നു. നല്ല മാതൃകാ ജീവിതത്തിലൂടെ ദൈവത്തെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുത്ത ഒട്ടനവധി ഭക്തന്മാരെ വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ദുഷ്ടത നിറഞ്ഞു നിന്നിരുന്ന ഭൂമിയിൽ ആ തലമുറയിൽ നിഷ്കളങ്കനായി ജീവിച്ച നോഹ, പോത്തിഫേറിൻ്റെ ഭാര്യയോടുകൂടെ കിടക്ക പങ്കിട്ട് ദൈവത്തോട് മഹാദോഷം ചെയ്യാതെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച യോസഫ്, സൗഖ്യം കിട്ടിയതിന് പകരമായി നയമാൻ കൊടുത്ത പ്രതിഫലം നിർബന്ധിച്ചിട്ടും വാങ്ങാതെ പ്രവാചക ദൗത്യത്തിൻ്റെ നിർമ്മലത ഉയർത്തിക്കാട്ടിയ എലീശ, രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചുറച്ച ദാനിയേൽ, ഇവരിൽ ചിലർ മാത്രം. ഇന്ന് ക്രിസ്തു വിശ്വാസികളെന്ന് പേര് പറയുന്നവരുടെ മാതൃകയില്ലാത്ത ജീവിതമാണ് മറ്റുള്ളവർ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ തടസ്സമായിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യമായ മാനസാന്തരം അവിശ്വാസികൾക്കല്ല, ആദ്യം വിശ്വാസികൾക്കത്രേ ഉണ്ടാകേണ്ടിയത്. യേശു കർത്താവുമായി ഏറ്റവും അടുത്ത കൂട്ടായ്മ ബന്ധമുണ്ടായിരുന്ന, ജീവിതം മാതൃകയായി കാത്തു സൂക്ഷിക്കുന്നു എന്ന ഉത്തമ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവീനെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. പൗലോസിന് നല്ല ഉറപ്പുണ്ടായിരുന്നു, നിങ്ങൾ എൻ്റെ മാതൃക സ്വീകരിച്ചാൽ വഴിതെറ്റിപ്പോകയില്ല എന്ന്. ഇന്ന് ലോകത്തിനും സഭയ്ക്കും സുവിശേഷ യോഗങ്ങളെക്കാൾ, ഉപവാസ പ്രാർത്ഥനകളെക്കാൾ, പ്രസംഗങ്ങളെക്കാൾ ഏറ്റവും അത്യാവശ്യമായി വേണ്ടിയത് അനുകരണീയരായ മാതൃകാവിശ്വാസികളെയും ശുശ്രൂഷകരെയുമാണ്. ഹെൻറി ബ്രീച്ചറിൻ്റെ ഒരു വാചകമാണിത്: Every artist dips his brush in his own soul and paints his own nature into his pictures. ഓരോ ചിത്രകാരനും തൻ്റെ ബ്രഷ് മുക്കുന്നത് അവൻ്റെ തന്നെ മനസ്സിലാണ്. എന്നിട്ട് അവൻ്റെ സ്വന്തം മനസ്സിലെ രൂപം അവൻ്റെ ചിത്രങ്ങളിലാക്കുന്നു. ക്രിസ്തു വിശ്വാസികളായ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ഓരോ ചിത്രകാരന്മാരാണ്. നാം വരയ്ക്കുവാൻ ഉപയോഗിക്കുന്ന ബ്രഷ് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ മാതൃകയിൽ നിന്നും മുക്കിയെടുത്തതാകട്ടെ. ലോകം കാണട്ടെ നമ്മുടെ ജീവിതമാകുന്ന ക്യാൻവാസിൽ കൂടി യേശു ക്രിസ്തുവിൻ്റെ മനോഹരമായ ചിത്രം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.